2026 ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടായത് ബി ജെ പിക്കകത്താണ്. ബി ജെ പി നേതാക്കൾ പരസ്യമായിട്ട് ഇലക്ഷന് വൈകുന്നേരം തന്നെ തുടങ്ങി. പി സി ജോർജ്, ഷോണ്, മറ്റുള്ള നേതാക്കളെല്ലാം പറയാൻ തുടങ്ങി 10 സീറ്റ് പോയിട്ട് 1 സീറ്റ് പോലും കിട്ടില്ല. ചില യൂട്യൂബേഴ്സ് പറഞ്ഞു 10 സീറ്റ്, 12 സീറ്റ്, 13 സീറ്റ്, 5 സീറ്റ്, 4 സീറ്റ്. പക്ഷെ ഈ ഉള്ളവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരൊറ്റ സീറ്റും ജയിക്കത്തില്ല എന്ന്. എനിക്കെതിരെ ഇഷ്ടം പോലെ ട്രോളുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇന്ത്യൻ സോറസ്, അത് ഇത് ചവറ്, ഇന്ത്യയെ ചതിക്കുന്നു, ക്രൈസ്തവ ഭീകരവാദി. ആദ്യം മനസ്സിലാക്കുക, ഞാനൊരു യൂട്യൂബർ അല്ല, ഞാനൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റാണ്. നിങ്ങൾക്ക് തെറ്റ് പറ്റുന്ന പോലെ എനിക്കും തെറ്റ് പറ്റാം. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് ബി ജെ പിയെ ഞാൻ സപ്പോർട്ട് ചെയ്തു. തെറ്റാണ്. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പബ്ലിക്കിനോട് പറഞ്ഞ് മനസ്സിലാക്കും. അതെൻ്റെ റൈറ്റാണ്, എൻ്റെ കടമയാണ്. ഉറപ്പായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. പല ആൾക്കാരിലും ബാധിച്ചിട്ടുണ്ട്. ശരിക്കും പെനട്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് ഈ പറയുന്ന പോലെ വലിയ വ്യൂവർഷിപ്പും വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ കാണുന്നവർക്കറിയാം ഇത് പറയുന്നതിൻ്റെ അകത്ത് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കരുത്, കേരളത്തിൽ ജയിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, അതിൻ്റെ റീസൺ ഉണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് FCRA ആണ് ഇഷ്യൂ. FCRA അല്ല ഇഷ്യൂ. ഇവിടെ ബി ജെ പിക്കെതിരെ ജനങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവർ തിരിയാനുണ്ടായ കാരണം FCRA അല്ല. അതൊരു ഇഷ്യൂ ആയിട്ട് കയറി വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് 3 പ്രാവശ്യം FCRA റിഫോം അമെൻമെൻറ്റ് കൊണ്ടുപോകുന്നില്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ. അപ്പോഴൊന്നും ഇന്ത്യയിലെ ക്രൈസ്തവർ, ഈ കേരളത്തിലെ ക്രൈസ്തവരൊന്നും മിണ്ടിയില്ലല്ലോ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇത് കയറി വന്നു കഴിയുമ്പോൾ ചോദ്യം ഉണ്ടായി. കാരണം ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വോട്ട് പിടിക്കാൻ പോയി. അപ്പോൾ ചോദ്യം ഉണ്ടായി. നോർമലായിട്ടുള്ള ചോദ്യമാണ് അത് പിന്നെ ഇഷ്യൂ ആയി, ഡിബേറ്റായി. പിന്നീട് പി സി ജോർജിൻ്റെയും മകൻ്റെയും മോശമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായി. അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഈ പറയുന്ന ഹിന്ദുക്കളുടെ തടവിൽ കഴിയണം, RSSും BJP ആണ് അവരെ സംരക്ഷിക്കുന്നത്. അത് മോശമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി. എന്താണ് BJP നേതാക്കൾ ഇന്ന് കരുതുന്നത്? കൃത്യമായിട്ട് പറയാം, അവർക്കറിയാം എവിടെയും ജയിക്കാൻ പോകുന്നില്ല. മഞ്ചേശ്വരം, പാലക്കാട്, നേമം, അവിടെ കാട്ടാക്കട, കോന്നി, പത്തനംതിട്ട, തൃപ്പൂണിത്തറ, ഇവിടെയും പ്രതീക്ഷയില്ല. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ, തോറ്റ് അട്ടപ്പ് തെറിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. പിന്നീട് ചില BJPയുടെ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും അവർക്ക് ക്രൈസ്തവരുടെയും റോമൻ കാത്തലിക്സിൻ്റെയും അവരുടെ വോട്ട് വേണ്ട. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഈ പറയുന്ന റോമൻ കാത്തലിക്സും ക്രൈസ്തവരും ഈ BJP നേതാക്കളോട് പറഞ്ഞു ഞങ്ങൾ വന്ന് വോട്ട് ചെയ്യാമെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾ വോട്ട് ചെയ്യുക? ഇൻഡിവിജ്വൽസ് പറഞ്ഞു കാണും. മനസ്സിലാക്കുക, പലയിടത്തും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ചില വാർഡുകളിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ 600-700 വോട്ടുള്ള വാർഡിനകത്ത് വെറും 150 പേരേ ഉള്ളൂ അവിടെ ഹിന്ദുക്കൾ. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് പല വാർഡുകളും. അവിടെ BJPയുടെ കാൻഡിഡേറ്റ്, ഹിന്ദു കാൻഡിഡേറ്റ് ജയിച്ചിരിക്കുന്നത് അയാൾ BJP ആയതുകൊണ്ടല്ല, അയാളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇതതിൻ്റെ കാരണം ആലുവയിൽ ഒരു വാർഡ് എനിക്കറിയാം. അവിടെ ഏറ്റവും കൂടുതലുള്ള കന്യാസ്ത്രീകൾ, അച്ഛന്മാരുള്ളൊരു വാർഡാണ്. അവിടെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റും ഒരു സ്വതന്ത്രനായിട്ട്, കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടാതെ സ്വതന്ത്രനായിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റും മത്സരം. അവിടെ മുസ്ലിം വോട്ട് 10, 25, 30 വോട്ടേ ഉള്ളൂ. പക്ഷേ സ്വതന്ത്രനായിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ റിബലായിട്ടുള്ള കാൻഡിഡേറ്റാണ് ജയിച്ചത്. കാരണം ജനങ്ങളുമായിട്ടുള്ള അവിടെ അച്ഛന്മാരുമായിട്ടുള്ള ബന്ധം. ഇതാണ് കേരളത്തിലും പലയിടത്തും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പാർട്ടി ഫോൾഡായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഉത്തരവുണ്ടാകും. എന്താ സാബു ജേക്കബിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് 2026 ഇലക്ഷൻ. അയാൾ കുന്നത്താണ് തോൽക്കുമെന്ന് അയാൾക്കറിയാം. അയാൾ മൃഗീയമായിട്ട് തോറ്റുപോകും, മൃഗീയമായിട്ട്. അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അങ്ങ് എടുത്തു, നേരത്തെ അങ്ങ് പറഞ്ഞു വെച്ചു. അതായത് 25,000 വോട്ട് ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് കൈമാറും. അയാളുടെ എല്ലാ സീറ്റുകളിലും, ഒരു സീറ്റല്ല എല്ലാ സീറ്റുകളിലും, സാബു ജേക്കബ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും, ഭൂരിഭാഗം സീറ്റുകളിലും BJPയുടെ NDA മുന്നണി 3ാം സ്ഥാനത്ത് പോകും.
ചിലയിടത്തൊക്കെ കഷ്ടിച്ച് കെട്ടിവെക്കാനുള്ള പണം അത് നഷ്ടപ്പെടുത്തില്ല, ആ രീതിയിലായി പോകും. അതായത് സാബു ജേക്കബ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. സാബു ജേക്കബിൻ്റെ ഒരു പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു പാർട്ടിയാണ്. ആ കുന്നത്ത് നാടെന്ന് പറയുന്ന അവിടെ ഏറ്റവും കൂടുതൽ സാബുവിന് വോട്ട് ചെയ്യുന്നവരാരാണ്? അവിടെയുള്ള ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. ഈ ക്രൈസ്തവർക്ക് ഇഷ്ടപ്പെട്ടോ സാബു ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ ഈ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു, അവരുമായിട്ട് പോയി അലയൻസ് ഉണ്ടാക്കി അൺടൈംലി? സാബുവിൻ്റെ പൊളിറ്റിക്കൽ ദുരന്തമാണ് 2026 ഇലക്ഷൻ. ഞാൻ എഴുതി വെച്ച് തരാം. സാബു ഇൻഡിവിജ്വലി രക്ഷപ്പെടും, ബിസിനസ്സിൽ രക്ഷപ്പെടും, പക്ഷേ അയാൾക്ക് രാഷ്ട്രീയം ഇനി ഫർദർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇട്ടിരിക്കുന്ന കാൻഡിഡേറ്റ് പല പല ഗിമിക്സ് അല്ലയോ, സിനിമാ നടികൾ, ഇൻഫ്ലുവൻസേഴ്സ്. തൃപ്പൂണിത്തുറയൊക്കെ ഒരു BJPയുടെ ഹിന്ദു ഫേസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് മത്സരം നടക്കുന്നത്. അതേപോലെ കൊടുങ്ങല്ലൂർ, അവിടെയൊക്കെയാണ് ബിഡ് ഇത്രയും നോൺസെൻസാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് രാഷ്ട്രീയ കോപ്പൊന്നും അറിയത്തില്ല അവന്, അതാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ പറ്റി 2 കോർപ്പറേറ്റുകൾ, അതായത് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, സാബു ജേക്കബ്, ഇവരുടെ ധാരണ ഈ കോർപ്പറേറ്റുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം പിടിച്ചെടുക്കാം. അങ്ങനെയാണ് ഇന്ത്യയിലെ 10 കോർപ്പറേറ്റുകളും വിചാരിച്ച് രാഷ്ട്രീയം അങ്ങ് പിടിച്ചെടുക്കുമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനൊരു അടിത്തറയുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. കാരണം സ്വാതന്ത്ര്യ സമരം മുമ്പ് തന്നെ ഇന്ത്യയിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ കൺട്രോൾ ചെയ്ത പൊളിറ്റിക്സ് ഒന്നുമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ കൺട്രോൾ ചെയ്ത പൊളിറ്റിക്സാണ്. അവിടെ ഒരു ബാംഗ്ലൂരുകാരനും ഒരു രാജീവ് ചന്ദ്രശേഖരനും അമ്പലമുകൾ, അതായത് എറണാകുളത്തുള്ള സാബു ജേക്കബുമാണ് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഇവിടെ സാധാരണ റൈറ്റ് വിങ് ആയിട്ടുള്ള BJPയുടെ അനുഭാവികൾ അവരെങ്ങനെയാണ് ധരിക്കുന്നത്? ഇതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. തന്ത്രപരമായിട്ട് വലിയ പാളിച്ചയാണ് ഉണ്ടായത്. ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ക്രൈസ്തവരുടെ ഇത്ര ശതമാനം വോട്ടില്ല എങ്കിൽ BJPക്ക് 4, 5, 6 സീറ്റുകളൊന്നും ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. 2026 ഇലക്ഷൻ ഞാൻ കൃത്യമായിട്ട് പറയാം, BJPയുടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് 10 താഴോട്ട് പോകും. പിന്നെ വീണ്ടും ഇലക്ഷൻ വരും, വീണ്ടും താഴെ പോകും. അതോട് പഴയ രീതിയിൽ 6%, 6.55, 7 ആ പെർസെൻറ്റേജിലോട്ടങ്ങ് മാറും. സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ ഒരു ഡിസാസ്റ്ററായിട്ട് മാറി. തൃശ്ശൂരിൽ ഒരു മനുഷ്യൻ ഒരു കല്യാണത്തിനിരിക്കുന്നു, ഒരു ചടങ്ങിനിരിക്കുന്നു. ആ വീഡിയോ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരാൾ കൊണ്ടുവന്ന് പപ്പടം കൊടുക്കുന്നു, ഉടൻ തന്നെ ആ പപ്പടത്തിൻ്റെ ഭാഗം ഒടിച്ചങ്ങോട്ട് മാറ്റി. ഇവനാരാ? ഇവൻ എന്നാ ഇതൊക്കെ ആയത്? ഇവനാരെ മാടമ്പിയോ? തെമ്മാടിയാണിവൻ. ആ ഒരൊറ്റ സീനിനകത്ത്, ആ ഒരൊറ്റ ക്ലിപ്പിംഗ്, സ്നേഹത്തോടല്ലേ ആഹാരം വിളമ്പുന്നത്? അത് പപ്പടത്തിൻ്റെ അത് തൊട്ടു മടക്കി ഒടിച്ചു കൊടുത്തു. ഇത് കാണുന്ന ഏതെങ്കിലും BJPക്കാർ ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ദുഃഖം തോന്നത്തില്ലേ? ബേസിക്കലി അതാണ് പറഞ്ഞ BJPയുടെ ദുരന്തമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ. അതേപോലെ വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ പലയിടത്തും BJP 2ാം സ്ഥാനത്ത് വന്നു. ഇപ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ നിങ്ങൾ നോക്കിക്കണം, പലയിടത്തും 3ാം സ്ഥാനത്ത് പോകും. പഴയ 3ാം സ്ഥാനത്തിലൂടെ കയറി അങ്ങ് വരും. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതാണ് ഉണ്ടാകുന്നത്. അതായത് മോദി വിഭാവന ചെയ്തൊരു ഡെവലപ്മെൻറ്റ് സ്ട്രക്ചറുണ്ട്, ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും കൂടെ കൊണ്ടുപോകുക. കേരളത്തിലെ BJP നേതാക്കൾക്കും അവരുടെ കൂടെ നിൽക്കുന്ന ശിങ്കിടികൾക്കും അത് മനസ്സിലായില്ല. അനൂപ് ആൻ്റണി പറയുന്നത് 2000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് 2 ക്രിസ്ത്യൻ ഈ പറയുന്ന 2 കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. ആരാണ് അനൂപ് ആൻ്റണിയോട് പറഞ്ഞത് ഇവിടെ പോയി രക്ഷിക്കാൻ? ആരായി കേസ് കൊടുത്തത്? ആരാണ് പ്രശ്നമുണ്ടാക്കിയത്? കന്യാസ്ത്രീകൾക്കെതിരെ അവിടുത്തെ ഗവൺമെൻറ്റാണ് കേസുണ്ടാക്കിയത്? അല്ല, അവിടെയുള്ള BJPക്കാർ. മതം മാറ്റം, മനുഷ്യക്കടത്ത് അവരാ ഉണ്ടാക്കിയത്. എന്നിട്ടത് വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ചെയ്തു. നിങ്ങൾ പോകുന്നത് സഹായിക്കാൻ, നിങ്ങളോട് സഹായിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു ക്രൈസ്തവ സംഘടന ആവശ്യപ്പെട്ടില്ല. ഒരു BJPക്കാരനോട് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. FCRA കേസുമായി ബന്ധപ്പെട്ട് എത്രയോ ടെർമിനേറ്റ് ചെയ്തു. എത്രയോ കാത്തലിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പലരുടെയും ടെർമിനേറ്റ് ചെയ്തു. എത്ര കേരളത്തിലെ BJPക്കാരന്മാരെ കണ്ടിട്ട് ഇത് കാല് പിടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽസ് അല്ല,
ഈ സഭ കാലം പിടിക്കാൻ പോയിട്ടുണ്ട്. അതെ ഈ പറയുന്ന KP യോഹന്നാൻ ഇതേപോലെ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവർക്ക് പോയി കാണും. നോർമലായിട്ട് ചർച്ചിൻ്റെ ഒറിജിൻ, അതായത് പ്രോപ്പറായിട്ട് നിൽക്കുന്നവരൊന്നും ഈ കാര്യത്തിന് ആരെയും കാലം പിടിക്കാനൊന്നും പോകത്തൊന്നുമില്ല. അവർക്ക് വേറെ വഴികളുണ്ട്. അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും, അടച്ചങ്ങ് പൂട്ടും, അത്രയേ ഉള്ളൂ. കള്ളത്തരവും പരിപാടിയും കാണിച്ച് അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ അവർ ശ്രമിക്കും. കമ്പാഷൻ ഇന്ത്യ എനിക്കറിയാവുന്ന ഓർഗനൈസേഷനാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊച്ചുകുട്ടികൾക്ക് അവരെ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അവരെ അതെടുത്ത് കളഞ്ഞു, അവരടച്ചുപൂട്ടി അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ആ കുട്ടികൾക്ക് ഇപ്പോൾ ആരും ഇല്ലാതായി. അതാണ് ഈ സംഘപരിവാറും BJP ആഗ്രഹിച്ചത്. അതായത് ഒരു കാരണവശാലും അവശത അനുഭവിക്കുന്ന ദളിത് കുട്ടികൾക്കും ആദിവാസി ബാക്ക്വേർഡ് ക്ലാസ് അവർ രക്ഷപ്പെടരുത്. അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഓരോന്ന് കൊണ്ടുവരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് പ്രേമമാണ്. അതേപോലെ ചില ഇഡിയോമാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ആ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. BJPയുടെ കയ്യിൽ 3 ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് കാണിച്ചിട്ട്. നിങ്ങളുടെ BJPയുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു ചീഫ് മിനിസ്റ്ററെ കാണിച്ചു തരാമോ ഈ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റിൽ? അതിനകത്ത് BJP പാർട്ടിയല്ല, അവിടുത്തെ റീജിയണൽ പാർട്ടികളാണ് ഇതൊക്കെ. അത് ക്രിസ്ത്യൻ ബേസ്ഡ് പാർട്ടികളാണ്. അതിനകത്ത് BJPയുടെ ടിക്കറ്റിൽ പല ആൾക്കാരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ചിലർ മന്ത്രിയായിട്ടുണ്ട്. മണിപ്പൂരിലെ ഇഷ്യൂ എന്തുവാ? അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ BJPയുടെ ആ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി. അതാണ് സംഭവം. ആരും BJPയിൽ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. മണിപ്പൂരിൻ്റെ നോർത്ത് ഈസ്റ്റിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ലാതെ BJP മുഖ്യമന്ത്രിമാരൊന്നും അല്ല ഇതിൽ ഒരാൾ പോലും. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുക, ഇതിനകത്ത് ഇഷ്ടം പോലെ വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും എത്ര പേരുണ്ട് BJPയുടെ ആൾക്കാർ, എത്ര പേരാണ് BJP മുഖ്യമന്ത്രിമാർ. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, വീണ്ടും ആവർത്തിക്കുക, കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത്ര % വോട്ടിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4, 5, 10 സീറ്റുകൾ ജയിക്കാൻ പറ്റത്തില്ല. ജയിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി മെജോറിറ്റി നിങ്ങൾക്ക് വോട്ട് ചെയ്യത്തില്ല. കേരളത്തിൽ നല്ലൊരു ശതമാനം കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റി ഇന്ന് BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് കൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ട് മെത്രാന്മാരെ തെറി വിളിക്കുന്ന ഈ പറയുന്ന PC ജോർജ് ഇവരും എന്തുകൊണ്ടാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ BJP നേതാക്കളെ ചങ്ങനാശ്ശേരി അടുപ്പിക്കാത്തതിൻ്റെ കാര്യം എന്താ? ഇത്രയും നാളെ അടുപ്പിക്കത്തേ ഇല്ല, മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടെ വൈസ് പ്രസിഡന്റ് വന്നിട്ട് പോലും അതിൻ്റെ അകത്ത് കയറാൻ സമയം. ഇതിൻ്റെ കാര്യം എന്താ? എന്താ അയാൾ നായർ, അയാൾ ഹിന്ദു അല്ലേ, അയാൾ നായരല്ലേ, എന്തുകൊണ്ട് പറയുന്നില്ല? ഇത്രയേ ഉള്ളൂ. കാരണം ഇവർക്കൊന്നും BJPയെ ടച്ച് ചെയ്യാൻ പേടിയ. അതാ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാം, മെത്രാന്മാർ പറഞ്ഞാലും കേരളത്തിലെ കാത്തലിക് സഭയിലെ അച്ഛന്മാർ പറഞ്ഞാലും ഒരു കാര്യം പറയാം, കേരളത്തിലെ ക്രൈസ്തവരിനി BJPക്ക് വോട്ട് ചെയ്യത്തില്ല. ആ രീതിയിലാക്കി നോർത്ത് ഇന്ത്യ മുഴുവനും. ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഈ പണ്ട് ഈ പറയുന്ന കാത്തലിക്സിനും ഓർത്തഡോക്സിനും മർത്തോമ ഇവർക്കൊന്നും ഈ പറയുന്ന പെൻഡകോസുകാരെ പഴയ കാലത്ത് ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് അവരുടെ ഓരോ കുടുംബത്തിലും നിങ്ങൾ പോയി നോക്കിക്കണം, അവരുടെ കുടുംബത്തിൽ റിലേഷൻഷിപ്പ്, അതായത് കല്യാണം കഴിച്ചിരിക്കുന്നത്, ഇതിൽ ഏകദേശം 50% പെന്തകോസുകാരായിട്ട് മാറി. ഈ കുട്ടികളൊക്കെ വിദേശത്തും കേരളത്തിലും പുറത്തൊക്കെ പഠിക്കാൻ പോകും. അവർക്ക് തിരിച്ചു വരുന്ന ഒരു ഹാഫ് പെന്തകോസായിട്ടാണ് വരുന്നത്. ഇത് ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായതാണ്, ലൈഫ് സ്റ്റൈലിലുണ്ടായ മാറ്റമാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ട് പഴയ പോലെ ബന്ധുക്കോസുകാരെയൊന്നും ഉപദേശിമാരെയൊന്നും ഈ പറയുന്ന കാത്തലിക്സിനും ഓർത്തഡോക്സുകാർക്കും മർത്തോമക്കാർക്കും ഓർത്തഡോക്സുകാർക്കും ഒരു വെറുപ്പുമില്ല. അവരുടെ വീട്ടിൽ എപ്പോഴും സ്വാഗതമാണ്. അതാണ് മനസ്സിലായി. ഈ പറയുന്ന ബന്ധുക്കോസ് ഉപദേശിമാർക്കൊക്കെ ഈ ചെറിയ ചെറിയ ഡൊണേഷൻ കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഈ രാവിലെ വല്ല ഒരു ബൈബിൾ കൊടുത്ത് നടക്കുക. അത് നിങ്ങൾ ആ ലൈഫ് സ്റ്റൈല് വായിച്ച് മനസ്സിലാക്കി നോക്കുക. അപ്പോഴാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് പിടികിട്ടുന്നത്. അതായത് മനസ്സിലായ കേരളത്തിലെ പോളറൈസ്ഡ് സൊസൈറ്റിയാണ്. കേരളത്തിലെ മെജോറിറ്റി ഹിന്ദു ഉണ്ട്, അതിനകത്ത് നായേഴ്സ് ഉണ്ട്, ഈഴവയുണ്ട്, മറ്റ് ഘടകങ്ങളുണ്ട്. ഇപ്പുറത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് ന്യൂനപക്ഷത്തെ അങ്ങോട്ട് മാറ്റി നിർത്തുക. പിന്നെ മനസ്സിലാക്കുക ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, ഇത് ഭയങ്കര സംഭവമാണ്. കേരളത്തിൽ BJPക്ക് മനസ്സിലായിട്ടില്ല. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ വലിയ നിർണായക ഘടകം തന്നെയാണ്.
ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ ലെഫ്റ്റാണ്, ഇടതുപക്ഷക്കാരാണ്. അവർ ഗ്രാജുവലായിട്ടാണ്, കാരണം അവർ ഇടതുപക്ഷ ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഏറ്റവും കൂടുതൽ ഈഴവ ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ആ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര ഹാർഡ് കോറാണ് ആദ്യം തലയ്ക്കകത്തിടുക. കാരണം വന്നിരിക്കുന്ന രീതി, കാരണം പുതിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. അല്ലാതെ എല്ലാ കമ്മ്യൂണിറ്റിയും കാറ്റർ ചെയ്യാതെ, നർച്ചർ ചെയ്യാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും നിങ്ങൾക്ക് മത്സരിക്കാം, പഴയ പോലെ മത്സരിക്കത്തില്ല. മത്സരിക്കുക തോക്കുക. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ 10 ഇലക്ഷൻ മത്സരിച്ചു, 10 ഇലക്ഷനും തോറ്റു. പല നേതാക്കളും പറയുന്നു ഇത്ര ഇലക്ഷൻ മത്സരിച്ചു, ഇത്ര ഇലക്ഷൻ തോറ്റു. അത് പറയാനേ പറ്റത്തുള്ളൂ. ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയും തന്ത്രങ്ങളുമാണ്. അതിനകത്ത് ഞങ്ങൾ ഹിന്ദു വോട്ടുകൾ വാങ്ങിയേ ജയിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടായോ? അതൊരു ചോദ്യചിഹ്നമല്ലയോ? കാരണം കേരളം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഡിവൈഡഡ് ആണ്, ലെഫ്റ്റും റൈറ്റും. അതായത് ഈ റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് BJP വരുന്നത്. അതിനകത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് കേരളത്തിൽ തകർന്നിട്ടില്ല. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു ഈ നാഷണൽ പവർ പോകുമ്പോൾ കേരളത്തിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് വരുമെന്ന്. ഈ കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് പല ആൾക്കാരും ഇന്ന് BJP പോയിട്ടുണ്ട്. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാട്ട് പറയാം. പല ക്രൈസ്തവരും BJPയിലോട്ട് പോയിട്ടുണ്ട്. അവർ 1, 2, 3 വർഷം ഇനി അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് കേരളത്തിൽ ഇൻട്രോഡ്സ് ഇല്ലാതായി. എവിടെ നിന്നാലും ജയിക്കത്തില്ല, തോറ്റുകൊണ്ടേയിരിക്കും. അതുമല്ല ഈ കമ്മ്യൂണിറ്റി അവരെ അംഗീകരിക്കത്തുമില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിലെ കാത്തലിക്സ് അവർ BJPയിൽ വന്നു, അവർ തെരഞ്ഞെടുപ്പിൽ പബ്ലിക്കായിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്തു. ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട്, ഇവർക്കൊക്കെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, ചർച്ചുണ്ട്. അവരതിനകത്ത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവം ഇതൊക്കെ ചോദ്യങ്ങളുണ്ടാകും. ഫാമിലി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചോദ്യചിഹ്നം വരുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകും. ഈ ഒറ്റ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഈ പറയുന്ന PC ജോർജും ഷോൺ ജോർജും രണ്ടുപേരും തോക്കും. അത് കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇവർ പിന്നെ പോകാൻ പോകുന്നൊരു പാർട്ടിയും കൂടെ നിങ്ങൾ ആലോചിച്ചോണം. കാരണം ഇവർക്ക് പിന്നെ ഏത് പാർട്ടി പോകും എന്നുള്ളതാണ്. കാരണം ഒന്നില്ലെങ്കിൽ അവരുടെ പഴയ പൊളിറ്റിക്കൽ പാർട്ടി തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് വീണ്ടും മോദിയെ തെറി വിളിക്കും. 5 വർഷം 5 പാർട്ടി. നരേന്ദ്രമോദിയെ തെറി വിളിച്ച PC ജോർജിന് ചില വീഡിയോകളുണ്ട്. അത് ഇപ്പോഴത്തെ BJPക്കാരെ അവർ വാഴ്ത്തുന്നവരടുത്ത് ഒന്ന് ശരിക്കും നോക്കുക. അയാൾക്ക് അങ്ങനൊന്നുമില്ല, അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് സഭയെ തെറി വിളിക്കും, നാളെ വേറൊരു തെറി വിളിക്കും. പിന്നെ അയാൾക്ക് പറ്റിയ ഒരു ഉപദേശം കൂടെ ഞാൻ കൊടുക്കാം, ഘർ വാപ്പസി. അദ്ദേഹത്തിൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് ഘർ വാപ്പസി നടത്തി ഹിന്ദു മതത്തിലോട്ട് പോവുക. അതിന് വരുമ്പോൾ കേന്ദ്രത്തിലെ നേതാക്കളെ വിളിച്ചു വരുത്തുക. അതിന് ഗ്ലോബലായിട്ട് നേഷൻ വൈഡായിട്ട് നല്ല പബ്ലിസിറ്റി കിട്ടും. കാരണം ഒത്തിരി നേതാക്കൾ പങ്കെടുക്കും. കാരണം ഏറ്റവും വലിയ ഘർ വാപ്പസി ആയിരിക്കും കേരളത്തിൽ നടക്കുന്നത്. കാരണം രണ്ടുപേരും ആ കുടുംബം തിരിച്ച് ഹിന്ദു മതത്തിലോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.